നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഒക്ടൽ നമ്പറിനെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ തിരിച്ച് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോ നോക്കാം. എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് 115 എന്ന് പറയുന്ന ഒക്ടൽ നമ്പർ. അപ്പോൾ ഇതിനെ എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കുമെന്ന് ചോദിച്ചാൽ 2 സ്റ്റെപ്പുകളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഒക്ടൽ നമ്പറിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം? 421 എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈനറി നമ്പേഴ്സിനെ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഗ്രൂപ്പിംഗ് നടത്തുക. ഒക്ടൽ ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 3യും ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 4ഉം 4 എലിമെൻസിൻ്റെ ഗ്രൂപ്പ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം 421 സിസ്റ്റം യൂസ് ചെയ്ത്. 115 എന്ന് പറയുന്നതിനെ ബൈനറി ആക്കുന്നത് എങ്ങനെയാണ്? 421 എവിടെയൊക്കെ 1 ഇട്ടാൽ ടോട്ടൽ സം 1 വരും. 1ൻ്റെ പ്ലേസിൽ മാത്രം മതി. അപ്പം 001. ഇതും 001. 5ൻ്റെ പ്ലേസിലാണെങ്കിലോ 421 4ൻ്റെ താഴെയും 1ൻ്റെ താഴെയും 1 ഇട്ടാലാണ് നമുക്ക് സമ്മ് 5 വരുള്ളൂ. അപ്പം നമ്മുടെ 5ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി എന്താണ്? 101. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഈ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബൈനറി നമ്പേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് 4 ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ആണ് ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പം 4 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ്സ് ആയിട്ട് എടുക്കണം. അതായത് 4 എലമെൻസിൻ്റെ ഒരു ഗ്രൂപ്പായി, ഇതൊരു ഗ്രൂപ്പായി. അഡീഷണലി നമുക്ക് ഒരു ഡിജിറ്റ്സ് തന്നെയൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിജിറ്റ്സ് 0 ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പായി. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി 0 തന്നെയാണ് ആൻസർ. ഇവിടെ നമുക്ക് 0 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 8421 4ൻ്റെ പ്ലേസിൽ മാത്രമേ ഉള്ളൂ 4 എന്ന് കിട്ടി. ഇത് 8421 8 4 12 1 13. അപ്പോൾ 413 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഇനി നമ്മൾ ഹെക്സാഡെസിമലിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പാണ് ഇപ്പോൾ ഹെക്സാഡെസിമലിൻ്റെ കേസിൽ മാത്രം നമ്മൾ A to F ആണ് 10 to 15 എന്ന് പറയുന്ന ഡിജിറ്റ്സിന് പകരമായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 13ന് പകരമായിട്ട് എന്ത് എഴുതാം? D എഴുതാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വന്നു? 4D എന്ന് വന്നു. അപ്പോൾ ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ആദ്യം തന്നെ ഓരോരോ ഡിജിറ്റ്സിനെയും അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആയിട്ട് എഴുതുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ 4 എലമെൻസിനെ ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങുക. തിരിച്ച് 8421 സിസ്റ്റം വെച്ചിട്ട് അതിനെ നമ്മൾ വീണ്ടും എടുത്തെഴുതുക. പിന്നെ ഇത് ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 10 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിനെ അപ്പാടെയല്ല നമ്മൾ എഴുതുന്നത്. അതിന് പകരമായിട്ട് A to F എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ നമുക്ക് ടോട്ടൽ ആൻസർ 4D എന്ന് കിട്ടി. അടുത്തായിട്ട് ഞാനിവിടെ വേറൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഫ്രാക്ഷണൽ ആയിട്ടുള്ള ഒരു നമ്പറിനെ എടുത്തു. 115.54 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ്. ഇതിനെ അപ്പോൾ നമുക്ക് എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ആ ഡിജിറ്റ്സിനെ എല്ലാത്തിനും കൂടി ഒന്ന് എഴുതി 115.54. മുകളിൽ പറഞ്ഞിരിക്കുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുക. ഓരോരോ ഡിജിറ്റ്സിനും ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി ആയിട്ട് തന്നെ എടുത്തെഴുതി. ഇവിടെ എന്ത് വരും? 001 001. 5ന് പകരം അപ്പോൾ നമ്മൾ 101 എന്ന് എഴുതി. ഡോട്ട് അതുപോലെ തന്നെ ഇടുക. 5ന് പകരം 101, 4ന് പകരം 100. ഇനി എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിംഗ് ആണ്. അപ്പം നമുക്ക് പോയിൻ്റ് ഇട്ടുള്ളൊരു നമ്പറാണ് തരുന്നതെങ്കിൽ നമ്മൾ പോയിൻറ്റിന് തൊട്ട് മുമ്പിലേക്ക് ഈ ഒരു ഡയറക്ഷനിൽ ഗ്രൂപ്പ് ചെയ്യുക. മീൻസ് റൈറ്റ് സൈഡിലേക്ക് 4 എലമെൻസിൻ്റെ ഗ്രൂപ്പ്. ഇവിടെ ഇപ്പോൾ നമുക്ക് 1 ആയിരുന്നെങ്കിൽ അഡീഷണലി 0 വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, കാരണം ആൻസർ 0 തന്നെയാണ്. ഇനി ഡോട്ടിന് ശേഷം നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങുക. അതായത് ഈ 4 എണ്ണത്തിന് എടുത്തു. ഇനി അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ നമ്മൾ 8421 സിസ്റ്റം വെച്ചിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ഇതിന് പകരം 8421, 4ൻ്റെ സ്ഥാനത്തെ 1 ഉള്ളൂ. ഇവിടെ 841, 8 4 12 1 13 പോയിൻ്റ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കിപ്പം 8 2 10 1 11. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 4D.B ആണ്.